മലയാളം മിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ ജൈനർ താമസിക്കുന്നത് ഇതുപോലെ ഒരു കാടിൻ്റെയൊക്കെ മധ്യയിലാണ്. എന്നാൽ ടൗണിൻ്റെ നടുക്ക്, അതായത് നല്ല ടൗണിൻ്റെ നടുക്ക് ഒരു ജൈനക്ഷേത്രമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. എറണാകുളം പനമ്പള്ളി നഗറിലെ ജൈനക്ഷേത്രത്തിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ഇന്ത്യയിലെ അതിപ്രധാനമായ മതങ്ങളിൽ ഒന്നാണ് ജൈനമതം. ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ വളർന്ന് ആധുനിക കാലഘട്ടത്തിൽ മാത്രം വിദേശത്തേക്ക് മാറിയ ഒരു മതമാണ് ജൈനമതം. പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം ജൈനമതത്തിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും. കാരണം ജൈനമത വിശ്വാസികളെല്ലാവരും തന്നെ വ്യാപാരികളാണ്. അവർ കൂടുതലായിട്ടും വ്യാപാരത്തിലൂടെയാണ് അവരുടെ ധനം ആർജിച്ചിരിക്കുന്നത്. ജൈനമത വ്യാപാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയ വ്യാപാരമല്ല, വലിയ നിലയിൽ വ്യാപാരം നടത്തുന്നവരാണ്. പണ്ടൊക്കെ രത്നക്കല്ലുകളുടെ വ്യാപാരമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര മേഖല കൈയടക്കിയിരിക്കുന്നത് ജൈനരാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ജൈനര്, പാഴ്സികൾ, ജൂതന്മാർ ഇവർ ലോകത്ത് കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ സമ്പത്ത് ആർജിച്ചിരിക്കുന്നത് കച്ചവടം കൊണ്ടാണ്. കേരളത്തിൽ പലയിടങ്ങളിൽ ജൈനമത ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എറണാകുളം. എറണാകുളത്ത് 3 ജൈനക്ഷേത്രങ്ങളാണുള്ളത്. അത് 2 എണ്ണവും ശ്വേതാംബര വിഭാഗത്തിൻ്റേതാണ്. ജൈനമതത്തിൽ 2 വിഭാഗങ്ങളാണുള്ളത്, ശ്വേതാംബരർ, ദിഗംബരർ. ശ്വേതാംബരർ എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നവരും, ദിഗംബരർ എന്ന് പറഞ്ഞാൽ ആകാശത്തെ വസ്ത്രമാക്കിയവർ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാത്തവരുമാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു രീതിയിലൊന്നുമല്ല. അവർ നോർമൽ ലൈഫിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. അവർ നമുക്കിടയിൽ, പ്രത്യേകിച്ച് കേരളത്തിനിടയിൽ നമ്മളിൽ ഒരാളായി മലയാളവുമൊക്കെ സംസാരിച്ച് ജീവിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കേരളത്തിൽ എറണാകുളത്ത് 3 ജൈന കേന്ദ്രങ്ങളുണ്ടെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അതിൽ 3ാമത്തെ ജൈന കേന്ദ്രമാണ് പനമ്പള്ളി നഗറിലുള്ള ഈ ശ്രീ ജിനാലയ. കൊച്ചിൻ ജൈന സമാജത്തിൻ്റേതാണ് ഈ ക്ഷേത്രം. ദിഗംബര വിഭാഗത്തിൻ്റേതായിട്ടാണ് ഈ ജൈനക്ഷേത്രമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ജൈന ദേവാലയമല്ല, മറിച്ച് ആരാധനകൾക്കായിട്ട് ഒത്തുകൂടുന്ന ഒരു കേന്ദ്രമാണ്. എന്നാൽ അവർ പൂർണ്ണമായി അതിൻ്റെ ഉൾവശം ഒരു മനോഹരമായ ജൈനക്ഷേത്രമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒറ്റക്കല്ലിൽ തീർത്ത വളരെ വലിയ ഒരു ജൈന ശില്പമാണ്, വർത്തമാന മഹാവീരൻ്റെ ജൈന ശില്പമാണ് ഇവർ പ്രധാനമായിട്ട് നൽകിയിരിക്കുന്നത്. മറ്റു തീർത്ഥങ്കരന്മാരെയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. ആദിനാഥ് മുതൽ മഹാവീരൻ വരെയാണ് തീർത്ഥങ്കരന്മാരുള്ളത്. അതിൽ പ്രധാനപ്പെട്ട തീർത്ഥങ്കരന്മാരെയെല്ലാം നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാം. കാലക്രമേണ ഈ ക്ഷേത്രം വലിയൊരു നിലയിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ ഈ ക്ഷേത്രം ഒരു വീടിൻ്റെ 2ാം നിലയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഇവിടെ കൃത്യമായ പൂജകളും പ്രാർത്ഥനകളുമൊക്കെ ജൈനർ അനുഷ്ഠിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളമുള്ള ജൈന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിൽ മറ്റ് ജൈന കേന്ദ്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ജൈനക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച
മറ്റൊരു ജൈനക്ഷേത്രവുമായി കാണുന്നത് വരെ ബൈ.